പ്രിയപ്പെട്ട കുട്ടികളെ, 10ാം തരം ഹിന്ദി ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ചർച്ച ചെയ്തത് നാഗാർജുൻ എന്ന് പറയുന്ന കവിയുടെ കവിതയായിരുന്നു അകാൽ ഔർ ഉസ്കെ ബാദ്, ക്ഷാമവും അതിനുശേഷവും. അപ്പോൾ അതിൽ 10 ചോദ്യങ്ങൾ നമ്മൾ ചർച്ച ചെയ്തു. ആദ്യത്തെ 2 ഭാഗമുണ്ട് ഈ കവിതയ്ക്ക്. ഒന്നാമത്തെ ഭാഗത്തിൽ 4 വരിയിൽ ക്ഷാമത്തെക്കുറിച്ചും രണ്ടാമത്തെ 4 വരിയിൽ, രണ്ടാമത്തെ ഖണ്ഡികയിൽ ക്ഷാമത്തിന് ശേഷവും. അപ്പോൾ ആദ്യത്തെ 4 വരിയിൽ മനുഷ്യനെക്കുറിച്ച് എവിടെയും സൂചനയില്ല. പക്ഷേ ചൂൽഹേക്ക, രോന, ചക്കീക്ക, ഉദാസ് രഹ്ന മുതലായ മാധ്യമങ്ങളിലൂടെ അതിലൂടെ നമുക്ക് മനുഷ്യൻ്റെ കഷ്ടപ്പാടുകൾ മനസ്സിലാക്കാം. ചൂൽഹ ക്യോം രോത്താഹെ, എന്തിനാണ് അടുപ്പ് കരയുന്നതായി ചിത്രീകരിച്ചിരിക്കുന്നത്? चूल्हे में आग जलते समय प्रकाश फैलने के कारण हंसता हुआ लगता है. അപ്പോൾ അടുപ്പ് കത്തിക്കുമ്പോൾ പ്രകാശം കാരണം ചിരിക്കുന്നത് പോലെ തോന്നും. अकाल के कारण घर में खाना पकाने के लिए कोई सामग्री नहीं है, इसलिए जब चूल्हा बुझा रहता है, അടുപ്പ് കെട്ടിരിക്കുമ്പോൾ അല്ലെ അണഞ്ഞു കിടക്കുമ്പോൾ रोता हुआ लगता है, കരയുന്നത് പോലെ തോന്നുന്നു. चक्की क्यों उदास रहती है? चक्की की मुस्कान तब झलकती है जब आसपास अनाज या दाने आदि के पिसान की संभावना है. അമ്മിക്കല്ല് അല്ലെങ്കിൽ അരകല്ല് അല്ലെങ്കിൽ തിരികല്ല്, ഇതിൽ ധാന്യങ്ങളോ മറ്റോ പൊടിക്കുമ്പോൾ എന്താണ് അത്? മുസ്കാൻ, പുഞ്ചിരിക്കുന്നത് പോലെ അല്ലെ, നല്ല ധാന്യങ്ങൾ പൊടിഞ്ഞ് വെളുത്ത നിറത്ത് കാണുമ്പോൾ ചിരിക്കുന്നത് പോലെ അല്ലെ, അതിൻ്റെ ശബ്ദം, അരക്കുന്ന ശബ്ദം ഉണ്ടാവും. ലേക്കിൻ അകാൽ കെ കാരണം ഘർ മേം പീസ്നെ കെ ലിയെ കോയി അനാജ് നഹി ഹെ, പക്ഷേ ക്ഷാമം കാരണം വീട്ടിൽ പൊടിക്കാനോ അരക്കാനോ ധാന്യങ്ങളില്ല. ഇസ്ലിയെ ചക്കി നിശബ്ദമാണ് അല്ലേ, അരകല്ല് നിശബ്ദമായതുകൊണ്ട് കരയുന്നത് പോലെ അല്ലെങ്കിൽ ദുഃഖിക്കുന്നത് പോലെ തോന്നുന്നു. അകാൽ കാ പ്രഭാവ് ബഹുത്ത് ദീർഘ സമയത്തേക്ക് ബനാ രഹത്താ ഹെ, ക്ഷാമം എന്ന് പറയുന്നത് 1-2 ദിവസത്തേക്കുള്ള കാര്യമല്ല, വളരെ ദീർഘകാലം നിലനിൽക്കുന്ന ഒരു കാര്യമാണ്. इसको दिखाने के लिए कवि ने क्या क्या प्रयोग किए हैं, ഇത് കാണിക്കാൻ വേണ്ടി കവി കവിതയിൽ എന്ത് പ്രയോഗം നടത്തിയിരിക്കുന്നത്? अकाल के वर्णन करते समय पहली 4 पंक्तियों के आगे कई दिनों तक और अकाल के बाद के वर्णन करते समय दूसरी 4 पंक्तियों के अंत में कई दिनों के बाद का प्रयोग किया है. അപ്പോൾ ഒരുപാട് കാലം ഈ ക്ഷാമം നിലനിന്നു എന്ന് കാണിക്കാൻ വേണ്ടി എന്താണ് ആദ്യത്തെ 4 വരിയുടെ തുടക്കത്തിൽ കൈ ദിനോ തക്ക് എന്നും രണ്ടാമത്തെ 4 വരിയുടെ അവസാനം കൈ ദിനോ കെ ബാദ് എന്നും ചേർത്തിരിക്കുന്നു. അപ്പോൾ ഇത് വളരെ സ്യൂട്ടബിൾ ആണ്, വളരെ യോജിച്ചതാണ് അല്ലേ. അകാലിൻ്റെ വർണ്ണന, ക്ഷാമത്തിൻ്റെ വർണ്ണന കൈ ദിനോ തക്ക്, വളരെ കാലം വരെ നിലനിന്നു. പിന്നെ വളരെ നാളുകൾക്ക് ശേഷം അകാൽ അവസാനിച്ച് ക്ഷാമം അവസാനിച്ച് ക്ഷേമം, ഐശ്വര്യം അല്ലേ തുടങ്ങി. അപ്പോൾ കൈ ദിനോ കെ ബാദ് എന്ന് രണ്ടാമത്തെ ഖണ്ഡികയുടെ എല്ലാ വരിൻ്റെ അവസാനം ചേർത്തിരിക്കുന്നു. इससे हम समझ सकते हैं कि अकाल का प्रभाव बहुत ദീർഘ സമയത്തേക്ക് ബനാ രഹത്താ ഹെ. ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം ക്ഷാമം എന്നുള്ളത് ചുരുങ്ങിയ ദിവസത്തെ കാര്യമല്ല, വളരെ കാലം നിലനിൽക്കുന്നു. कवि ने यहाँ 2 നിർജീവ വസ്തുओं को चेतना संपन्न बना दिया है. वे कौन कौन है? ഏതൊക്കെയാണത്? ചക്കി ഔർ ചൂൽഹ അല്ലേ. അപ്പോൾ അതിനെക്കുറിച്ച് നിങ്ങൾ വായിച്ച് മനസ്സിലാക്കുക. അടുപ്പും അതുപോലെ അമ്മിക്കല്ലും നിർജീവ വസ്തുക്കളാണ്. അതിൽ മനുഷ്യൻ്റെ സ്വഭാവവിശേഷങ്ങൾ, വികാരങ്ങൾ അതിൽ പ്രകടിപ്പിക്കുന്നതായിട്ട് അല്ലെ, അടുപ്പ് കരയുന്നതായിട്ടും അമ്മിക്കല്ല് ദുഃഖിച്ചിരിക്കുന്നതായിട്ടും കാണിച്ചിട്ട് എന്ത് ചെയ്തിരിക്കുന്നു? അതിനെ ചേതന, ചേതന എന്ന് പറഞ്ഞാൽ ജീവൻ, ചേതനാ സമ്പന്ന, അതിനെ സജീവമാക്കിയിരിക്കുന്നു, ജീവനുള്ളതാക്കി തീർത്തിരിക്കുന്നു. ഇസ് കവിതാമേം കവിനെ നിർജീവ വസ്തുവോങ്കോ കൈസെ സജീവ് ബനായാ ഹെ. നമ്മളിപ്പോൾ പറഞ്ഞ കാര്യം തന്നെ. നിർജീവ വസ്തുओं पर रोना, हंसना, उदास होना आदि मानविक गुणों का आरोप करके उनको सजीव बनाया है. ഇതൊന്ന് കാര്യമായി പഠിക്കണം. कानी कुतिया कहाँ सोई हुई है? खाना मिलने की प्रतीक्षा में कानी कुतिया चूल्हा और चक्की के पास सोई हुई है. അടുത്ത ചോദ്യം അതന്നെയാണ്. കാനി കുത്തിയ ക്യോം, എന്തിനാണ് ഈ അടുപ്പിൻ്റെ അടുത്ത് കിടക്കുന്നത്? ഖാനാ മിൽനേക്ക് പ്രതീക്ഷാമേ, ഖാനാ മിൽനേക്ക് പ്രതീക്ഷാമേ കാനി കുത്തിയ ചൂൽഹ ഔർ ചക്കി കെ പാസ് സോയി ഹുയി ഹെ. യഹാം കുത്തിയ കാനി ഹെ ക്യോം. അപ്പോൾ ഇവിടെ ഈ വീട്ടിലെ കുത്തിയ കാനി ഒറ്റക്കണ്ണുള്ളത് ആയിട്ട് ചിത്രീകരിച്ചിരിക്കുന്നു. അതുകൊണ്ട് കുത്തിയ കാനി ഹെ ക്യോങ്കി വഹ് ഗരീബ് ഘർ കി ഹെ. ഗരീബ് ഘർ കെ ലോഗ് ഹി കാനി കുത്തിയ കോ ഘർ മേം പാൽത്തെ ഹെ. അല്ലെ, ദരിദ്രരായ ആൾക്കാർ മാത്രമേ ഒറ്റക്കണ്ണുള്ള ദുർബലനായ ക്ഷീണിച്ച നായയെ വീട്ടിൽ വളർത്തുകയുള്ളൂ.
गरीब घर के कानी कुतिया ही खाना मिलने की प्रतीक्षा में चूल्हा और चक्की के पास सो जाती है. ദരിദ്രമായ വീട്ടിലെ കാനി കുത്തിയ മാത്രമേ ഭക്ഷണം കിട്ടുന്നതും പ്രതീക്ഷിച്ച് അടുപ്പിൻ്റെ അടുത്ത് കിടക്കൂ അല്ലേ. സമ്പന്നരായ ആൾക്കാർ വളർത്തുന്നതോ अमीर या संपन्न घर के लोग जबरे बालों वाले सुंदर कुत्तों का पालन करते हैं. പണക്കാർ നിറയെ രോമങ്ങളുള്ള സുന്ദരമായ നായ്ക്കളെ കൂട്ടിലിട്ട് വളർത്തും അല്ലേ. അവരെ മുമ്പിൽ എപ്പോഴെപ്പോഴും ഭക്ഷണം കിട്ടിക്കൊണ്ടിരിക്കും, നല്ല നല്ല ഭക്ഷണ സാധനങ്ങൾ കിട്ടും. അവർക്ക് പിന്നെ ആർത്തിയൊന്നും ഉണ്ടാവില്ല അല്ലേ, അടുപ്പിൻ്റെ അടുത്ത് കാവൽ കിടക്കൊന്നുമില്ല. വേ റോട്ടിക്ക് ആസമയം ചൂൽഹ അവർ ചക്കിക്കെ പാസ് പടേ നഹി രഹത്തെ അല്ലേ. അവരെ മുമ്പിൽ ഭക്ഷണം കിട്ടുന്നതുകൊണ്ട് അവർക്ക് അടുപ്പിൻ്റെ അടുത്തോ അല്ലെങ്കിൽ അമ്മിക്കല്ലിൻ്റെ അടുത്തോ പോയി കിടക്കേണ്ട കാര്യമില്ല. ദീവാരോം പർ ചിപ്കലിയ ഗസ്ത് കർണേക്ക കാരൻ ക്യാതാ, എന്തുകൊണ്ടാണ് ചുമരുകളിൽ പല്ലികൾ ഉലാത്തുന്നത്, അങ്ങോട്ടും ഇങ്ങോട്ടും പായുന്നത്? അകാൽക്കെ കാരൻ ഘർമേ രാത്മേ ദിയ ബി നഹീൻ ജൽത്ത. ദിയ എന്ന് പറഞ്ഞ വിളക്ക്, രാത്രി വിളക്ക് കത്തിക്കാൻ എണ്ണയില്ല അല്ലേ, അതുകൊണ്ട് വിളക്ക് കത്തിക്കൂല. ദിയ കി രോശനിമേ ആനെ വാലെ കീടേ ചിപ്കലിയോങ്കോ നഹി മിൽത്ത. അപ്പോൾ രാത്രി ഇവിടെ വീട്ടിൽ ക്ഷാമം കാരണം വീട്ടിൽ വിളക്ക് കത്തിക്കാൻ ഭക്ഷണം കിട്ടിയാലല്ലേ പിന്നെ എണ്ണേൻ്റെ കാര്യം ആലോചിക്കണ്ടു. എണ്ണയില്ലാത്തത് കൊണ്ട് വിളക്ക് കത്തിക്കുന്നില്ല. അതുകൊണ്ട് രാത്രിയിൽ പ്രാണികൾ വരാത്തത് കൊണ്ട് പല്ലികൾക്ക് ആഹാരം കിട്ടുന്നില്ല. ഇസ്ലിയെ ഖാനേക്ക് തലാശ് അന്വേഷണം, ഭക്ഷണം അന്വേഷിച്ചിട്ടാണ് ചിപ്കലിയാം ഗസ്ത് കർത്തേ ഹൈ. ചൂഹോങ്കി ഹാലത്ത് ക്യോ ബുരി ഹോത്തി ഹെ, എലികളുടെ അവസ്ഥ എന്തുകൊണ്ടാണ് മോശമായത്? चूहों हालत बुरी है क्योंकि अकाल के कारण उनको खाना मिलने की कोई संभावना नहीं है. ക്ഷാമം കാരണം അവർക്ക് ആഹാരം കിട്ടാൻ യാതൊരു സാധ്യതയുമില്ല. അകാൽ കെ കാരൻ ഗാവ് കെ കിസി ഭി ഘർ മേ അനാജ് നഹി ഹെ, ഗ്രാമത്തിലെ ഒരു വീട്ടിലും ധാന്യമില്ല. അകാൽ കെ കാരൻ ഖേത്തോ മേ ഭി അന്ന നഹി ഹെ, വയലുകളിലും ധാന്യമില്ല. ഇസ്ലിയെ ചൂഹോं की हालत बुरी है. कविता में कई दिनों तक और कई दिनों के बाद ദുഹരാനെ का താല്പര്യം क्या है, ഇതെന്തിനാണ് വീണ്ടും വീണ്ടും ആവർത്തിച്ചിരിക്കുന്നത്? ഇത് കൈ ദിനോ തക്ക്, അതുപോലെ കൈ ദിനോ കെ ബാദ്, ഇതെന്തിനാണ് ഓരോ വരിയിലും ആവർത്തിച്ചിരിക്കുന്നത്? अकाल का प्रभाव बहुत दीर्घ समय तक बना रहता है. इसको दिखाने के लिए कवि ने कविता में कई दिनों तक और कई दिनों के बाद ദുഹരായേ ഹെ, ദുഹരാന വീണ്ടും വീണ്ടും ആവർത്തിക്കുക അല്ലേ. അകാൽ की ഭീഷണത और ഭയങ്കരത भी इस प्रयोग से व्यक्त होता है. ക്ഷാമത്തിൻ്റെ ഭീഷണതയും ഭയങ്കരതയും ഈ രണ്ട് പ്രയോഗങ്ങളിൽ നിന്ന് വ്യക്തമാണ്. കവിനെ अकाल का चित्रण कैसे किया है, यहाँ प्रकृति और समाज की किस स्थिति को सूचित किया है, ടിപ്പണി ലിഖേം. ടെസ്റ്റിലുള്ള ചോദ്യമാണ്. അകാലിനെ കുറിച്ചൊരു ടിപ്പണി, ഒരു കുറിപ്പ് തയ്യാറാക്കുക. അപ്പോൾ അത് നിങ്ങൾക്ക് നോട്ടിൽ തന്നിട്ടുണ്ട്. അതിൻ്റെ അകത്തുള്ള അതേ കാര്യം തന്നെയാണ്. അപ്പോൾ ഇതൊന്ന് ആദ്യം ഹിന്ദിക്ക് പ്രഗതിശീൽ സാഹിത്യകാർ ശ്രീ നാഗാർജുൻ ഗി അകാൽ ഔർ ഉസ്കെ ബാദ്, അതാണ് കവിതേൻ്റെ പേര്. കവിത में 2 खंड है. पहले खंड की 4 पंक्तियाँ अकाल की अभावग्रस्तता, अभाव എന്ന് പറഞ്ഞാൽ ഇല്ലായ്മ को व्यंजित करती है, तो दूसरे खंड की 4 पंक्तियाँ घर में अनाज के आने और उसके बाद की चहल पहल को व्यंजित करती है. അപ്പോൾ ഈ കാര്യങ്ങൾ നമ്മൾ ചെയ്തതാണ്, ടെസ്റ്റിൽ നോട്ടിൽ തന്നിട്ടുണ്ട്. അത് നന്നായി പഠിക്കുക. എങ്ങനെയാണ് ക്ഷാമകാലം, അകാൽ കെ ബാരെ മേ ടിപ്പണി ലിഖേ. അപ്പോൾ അതൊന്ന് ശ്രദ്ധിച്ച് ഈ ചോദ്യോത്തരങ്ങൾ നന്നായി പഠിക്കുക. ബാക്കി അടുത്ത ക്ലാസ്സിൽ.